കണ്ണൂരിൽ നിന്ന് മനു ഭരത്തും കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും ചേരുന്നുണ്ട്. മനു, കണ്ണൂരിലെ രാഹുൽ ഗാന്ധിയുടെ പരിപാടികളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. എപ്പോഴാണ് കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കുന്നത്? ധന്യ, രാഹുൽ ഗാന്ധി ഇപ്പോൾ കാസർഗോഡുള്ള ഈ പെരിയിലെ കല്യാട്ടിലുള്ള ശരത്തിൻ്റെയും അതുപോലെ കൃപേഷിൻ്റെയും വീട് സന്ദർശിച്ച ശേഷം ഇവിടുന്ന് തിരിച്ചിരിക്കുകയാണ് കോഴിക്കോടിലേക്ക്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം ഇവിടുന്ന് കേന്ദ്ര സർവകലാശാലയുടെ ഹെലിപാഡിൽ നിന്ന് കണ്ണൂരിലേക്ക് തിരിക്കും. പിന്നെ അവിടെ നിന്നായിരിക്കും അദ്ദേഹം കോഴിക്കോടിലേക്ക് പോവുക. വലിയ ആവേശമാണ് പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് കൃപേഷിൻ്റെ വീട്ടിൽ രാഹുൽ ഗാന്ധി അല്പസമയം ചിലവഴിച്ചു. കൃപേഷിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പുതിയ വീട് അദ്ദേഹം നോക്കിക്കണ്ടു. കൃപേഷിൻ്റെ പിതാവിനോട് അദ്ദേഹം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ CBI അന്വേഷണം എന്ന ആവശ്യം വളരെ ഗൗരവപരമായി പരിഗണിക്കുമെന്നും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കുറ്റകൃത്യം ചെയ്തവർ തിരിച്ചറിയണം, ഈ കുടുംബത്തിന് നീതി ഉറപ്പാക്കിയിരിക്കും, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായി ഉണ്ടാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അത്തരത്തിൽ ഈ രണ്ട് കുടുംബങ്ങൾക്കും വലിയ ആശ്വാസം നൽകുന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. രാഹുൽ ഗാന്ധി ഈ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയത് രാഹുൽ ഗാന്ധി ഇവിടെ വന്നേക്കുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇവിടെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും സ്മൃതി കുടീരങ്ങൾ ഇവിടെയാണ് ഉയരേണ്ടത്. ഏതായാലും ഈ രണ്ട് കുടുംബങ്ങളെയും കണ്ടതിന് ശേഷം രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നു. ധന്യ. ശരി മനു, കോഴിക്കോട് മുഹമ്മദ് ഷഹീദുണ്ട്. ഷഹീദ്, എന്തൊക്കെയാണ് കോഴിക്കോടത്തെ പരിപാടികൾ? ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്തിമധാരണ, സ്ഥാനാർത്ഥി കാര്യത്തിൽ ഒരു അന്തിമധാരണയിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? ജനമഹാറാലി എപ്പോഴാണ് ആരംഭിക്കുന്നത്? ധന്യ, കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കരിപ്പൂരിലേക്ക് രാഹുൽ ഗാന്ധി വിമാനമാർഗം എത്തും. അവിടെ നിന്ന് റോഡ് മാർഗമാണ് ഈ കോഴിക്കോട് കടപ്പുറത്ത് സജ്ജമാക്കിയിരിക്കുന്ന ജനമഹാറാലിയുടെ ഈ വേദിയിലെത്തി രാഹുൽ ഗാന്ധി എത്തുന്നത്. കൃത്യം 4:30 കോഴിക്കോട് കടപ്പുറത്ത് ഇവിടെ എത്തും. ഈ കടപ്പുറത്ത് ജനമഹാറാലിയെ ഈ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ പോലീസ് സുരക്ഷാ സംവിധാനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ SPG പോലീസും ഒക്കെ പരിസരം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ വലിയ വെയിലാണ് കോഴിക്കോട് കടപ്പുറത്ത്. പക്ഷേ പ്രവർത്തകരും ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. 4:00 രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി പ്രവർത്തകരുടെ ആവേശം അലതല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഏതായാലും മലബാറിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ തന്നെ UDF-ന്റെയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള തുടക്കം കൂടിയാണ് ഇന്നത്തെ ജനമഹാറാലിയെ നേതാക്കൾ വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും ആയിട്ടില്ലെങ്കിൽ കൂടി രാഹുൽ ഗാന്ധി തുടക്കത്തിൽ തന്നെ പ്രചരണ രംഗത്ത് ഇറക്കി കളം പിടിക്കുക എന്നൊരു ഉദ്ദേശമാണ് പ്രധാനമായും ഉള്ളത്. ദേശീയ രാഷ്ട്രീയമായിരിക്കും പ്രധാനമായും രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ സൂചിപ്പിക്കുക. നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നേറ്റത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു പരാമർശം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രധാനമായും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ദേശീയ രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണമായിരിക്കും. ഒപ്പം തന്നെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഷുഹൈബിന്റെയും ഒക്കെ കുടുംബത്തെ സന്ദർശിച്ചാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട്ടെത്തുന്നത്. സ്വാഭാവികമായും സംസ്ഥാനത്ത് CPM-ന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ CPM-നെതിരെയുള്ള ചില പരാമർശങ്ങളും പ്രസംഗത്തിലുണ്ടാകും. പ്രത്യേകിച്ചും അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഉള്ള കടുത്ത പ്രയോഗങ്ങൾ അല്ലെങ്കിൽ CPM വിമർശനം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട്ട് ധന്യ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലുള്ള ചില കൂടിയാലോചനകളും കോൺഗ്രസ് നേതാക്കന്മാരുമായി രാഹുൽ ഗാന്ധി നടത്തിയേക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം നമ്മൾ രാവിലെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ജനമഹാറാലി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ ഈ റാലിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. മുതിർന്ന നേതാക്കന്മാർ എത്തുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ സാഹചര്യം മുസ്ലിം ലീഗുമായി കോൺഗ്രസ് നേതാക്കന്മാർ ഈ വിഷയത്തിൽ ചില കൂടിക്കാഴ്ചകൾ ഈ ജനമഹാറാലി നടക്കുന്ന കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു ചർച്ചകൾക്കും ഈ ജനമഹാറാലിയുടെ വേദി സാക്ഷിയാകും. ഒപ്പം തന്നെ അറിയാൻ ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. വടകരയിൽ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ മത്സരത്തിന് ഇറങ്ങണമെന്നൊരു ആവശ്യം കോഴിക്കോട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഇവിടെ സ്ഥലത്തെത്തി കോൺഗ്രസ് ലീഡ് നേതാക്കന്മാരുമായി അത്തരത്തിലുള്ള ഒരു ആവശ്യവും ഇവിടെ ഉന്നയിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ രീതിയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ
അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും വലിയൊരു തുടക്കമായി വലിയൊരു മഹാസഞ്ചയത്തെ കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തിച്ച് ആ തരത്തിലൊരു തുടക്കം കുറിക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്കും വടകരയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള മുല്ലപ്പള്ളി വരണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് നേതാക്കന്മാർ കോൺഗ്രസ് ധരിപ്പിക്കുന്ന ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രാധാന്യവും ഇന്നത്തെ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ജനമഹാറാലിയിൽ ഉണ്ട് തന്നെയാണ്. ശരി ഷഹീദ്, വൈകിട്ട് ജനമഹാറാലി കോഴിക്കോട് കടപ്പുറത്ത് നടക്കും.